So ladies and gentlemen, Samsung Galaxy S25 Ultra leaks, rumors എല്ലാം കൺഫേംഡ് ആയി. കാര്യങ്ങൾ നിങ്ങളുടെ സമയങ്ങളാണ് ഞാൻ പക്കായിട്ട് പറഞ്ഞുതരാം. ആദ്യം തന്നെ സാംസങ്ങിന് ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ ശരിക്കും പുതുമ തോന്നണമെങ്കിൽ ഡിസൈന് ചേഞ്ച് വേണം. അതുകൊണ്ട് ഈ വട്ടം ഡിസൈൻ ചേഞ്ചസ് ഉണ്ട്. ആ ഒരു വലിയ ഫ്ലാറ്റ് ടി വി ടൈപ്പ് ഓഫ് ആസ്പെക്ട് റേഷ്യോ അല്ലെ ആ ഒരു എസ്തെറ്റിക് എന്ന് അവർ മാറും. എനിക്ക് ഈ വട്ടം കണ്ടിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഇതൊരു പണ്ടത്തെ നോട്ട് 4 ഓർമ്മയുണ്ട്. നോട്ട് 4 നമ്മുടെ സോണിയുടെ ഡിവൈസസിൻ്റെയൊക്കെ ഒരു അപ്രോച്ച് വല്ലതും ഉണ്ട്. എന്തായാലും ഡിസൈൻ ഇൻ ഹാൻഡ് ഫീൽ ചെയ്തിട്ട് നമുക്ക് റിവ്യൂലൊക്കെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ബട്ട് ആസ് ഓഫ് റൈറ്റ് നൗ ഡിസൈൻ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത് നല്ല കാര്യം, ഒരു പുതുമയൊക്കെ തോന്നുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ബാക്കിലും ഡിസൈൻ വ്യത്യാസങ്ങളുണ്ട്. ഈ വട്ടത്തെ ക്യാമറ സിസ്റ്റം ഇച്ചിരി കൂടെ ഈ പുതിയ ഇറങ്ങിയ ഫോൾഡിൻ്റെ സീരീസ് ഉണ്ടായിരുന്നു, അതിനകത്ത് ഇച്ചിരി കൂടെ ഒരു എലവേറ്റഡ് ക്യാമറ റേസും ബംസും ഒക്കെ ഉണ്ട്. ആ ഒരു എസ്തെറ്റിക് ആയിരിക്കും S25 അൾട്രയിൽ വരെ പോകുന്നത്. പക്ഷേ ബാക്കിയെല്ലാ ഡിസൈനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബെറ്റർ ടൈറ്റേനിയം ബിൽഡായിരിക്കും, ഇച്ചിരി കൂടെ ഹാൻഡി ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു ഓവറോൾ എസ്തെറ്റിക് അപ്രോച്ച് ചെറുതായിട്ട് മാറ്റി പിടിക്കുന്നുണ്ട്. അതേപോലെ ഡ്യൂറബിലിറ്റി സ്റ്റാൻഡ് പോയിന്റ് IP68 കാര്യങ്ങളും ഡ്യൂറബിലിറ്റി ഒക്കെ ടോപ്പ് നോച്ചാണ്. ബെസ്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. ഗ്ലാസും ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്. ഡിസ്പ്ലേനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഈ വർഷത്തെ ട്രെൻഡ് ഈ ബെസൽസ് സ്ലിമ്മാക്കി കൊണ്ടുവരും. അതുകൊണ്ട് ഇതിൻ്റെ ബെസൽസും ഭയങ്കര സ്ലിമ്മായിരിക്കും. iPhone 16 Pro Maxൻ്റെ ഒപ്പം കടപട നിൽക്കുന്ന ഒരു സ്ലിമ്മർ ബെസൽസ് ആയിരിക്കും. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത് 6.86 അല്ലെ 6.89 രണ്ടും പറയുന്നുണ്ട്. ഇതിൽ രണ്ടും കൺഫേംഡ് ആണെന്ന് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര സ്ലിമ്മർ ബെസൽസ് ആയിരിക്കും. ആൻഡ് ഡിസ്പ്ലേയും ഇച്ചിരി വലുതാവും. അതുകൊണ്ട് എന്താ പറയുക, ബെറ്റർ ഡിസ്പ്ലേ, ബിഗർ ഡിസ്പ്ലേ, ശരിക്കും ആ ഒരു അൾട്രാ എക്സ്പീരിയൻസ് വരും. ഡിസ്പ്ലേ കുറിച്ച് വേറൊരു കാര്യം ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഈ വട്ടം ഒരു M13 മെറ്റീരിയൽസാണ് M14 അവർ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഒരു കൊറിയൻ ട്വീറ്റ് എന്ന് എനിക്ക് തോന്നിയത്. അത് നിങ്ങൾക്ക് അത് എന്തുവെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് തപ്പിപ്പിടിക്കേണ്ട, ജസ്റ്റ് സെയിങ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ 3000 nits മുകളിൽ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. അതുപോലെ ഡെയിലി ആവറേജിങ് ബ്രൈറ്റ്നസ് ഉണ്ട്. HDR കണ്ടന്റ് അല്ലാതെ അതും S24 അൾട്രയിൽ നിന്ന് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റും. വേറെ സംഭവം എന്ന് വെച്ചാൽ ഈ ഫോണിന് ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഇതിൻ്റെ പുതിയ പ്രോസസ്സർ, പുതിയ ഭയങ്കര ബ്ലേസിങ് ഫാസ്റ്റ് ആയിരിക്കും. സ്നാപ്ഡ്രാഗൺ 8 എലീറ്റ് എന്ന ചിപ്പിൻ്റെ പേര്. ഈ ചിപ്പിനെ കുറിച്ച് എനിക്കൊന്ന് പറയുകയാണെങ്കിൽ ഗൈസ്, ഒരുപാട് ഹൈപ്പ് ഉണ്ട്, ഭയങ്കരമായിട്ട് ഹൈപ്പും മലയാളത്തിലെ മിക്ക യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോൺ മേനിയാക്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരൻ കിടിലായിട്ട് പറയുന്നത് തന്നിട്ടുണ്ട്, അത് പോയി കണ്ടു വെക്കുക. പക്ഷേ ഇവരുടെ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട് വന്നു. ഇത്രയും ഗിഗാ ഹെർട്സും പ്രോസസ്സിങ് കമ്പ്യൂട്ടിംഗ് സ്പീഡും ഒക്കെ പ്രോസസ്സ് ചെയ്യുമ്പം ഡുവൽ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റും ഇവർ തെർമൽസ് എങ്ങനെ മാനേജ് ചെയ്യുന്ന? തെർമൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹീറ്റും അതിൻ്റെ ചൂടാവുന്ന കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊരു ഒരു കൺസേൺ എനിക്കുണ്ട്. പക്ഷേ ദാറ്റ് 40% CPU പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്, 40% GPU പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്, ഇമേജ് ISPയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, AIന് ന്യൂറൽ പ്രോസസ്സിങ് കാര്യങ്ങളും എല്ലാം ഭയങ്കരമായ മാർജിനൽ ഇമ്പ്രൂവ്മെൻറ്റ്സ്. ശരിക്കും സാംസങ് അല്ല ഈ ഫോണിൻ്റെ ബ്രേക്ക് ത്രൂ. ഈ ഫോണിൻ്റെ ബ്രേക്ക് ത്രൂ 8 എലീറ്റ് എന്ന് പറഞ്ഞാൽ കോൾകോമിൻ്റെ ചിപ്സെറ്റ് ആയിരിക്കും. ഭയങ്കര അടിപൊളി. ആപ്പിളിൻ്റെ A18 ബയോണിക്കിനൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെയാണ്. കാണാമെങ്കിൽ എടുത്ത് തോട്ടിയേറിയുള്ള പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്രോസസ്സിനകത്ത് നമുക്ക് ഡേ ടു ഡേ എഫക്ട് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഇമേജ് പ്രോസസ്സിങ് ഭയങ്കര മാർജിനലി അടിപൊളിയായി. നമ്മൾ ഈ ഫോട്ടോസിനകത്തൊക്കെ സർക്കിൾ ടു റിമൂവ് ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അത് വീഡിയോസിനകത്തും വരുന്നത് ഹൈലി ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ AI കാര്യങ്ങളെല്ലാം ഓഫ്ലൈൻ ഇൻ ഫോണിൽ ചെയ്യാൻ പറ്റും. അത് ഈ സാംസങ്ങിൻ്റെ S25 അൾട്രയിൽ മാത്രമായിരിക്കില്ല, മിക്ക 8 എലീറ്റ് ഉള്ള ചിപ്സെറ്റിനകത്തും പറ്റും. പക്ഷേ 8 എലീറ്റ് ഒരു ഭയങ്കര പ്രോമിസിങ് സാധനമാണ്. നിങ്ങൾക്ക് 8 എലീറ്റിൻ്റെ പെർഫോമൻസ് വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിനകത്ത് അസാസിൻസ് ക്രീഡ് മിറാജിൻ്റെ ആണെങ്കിൽ 888 ടൈറ്റിൽസ് ഒരു ഫോണിലിരുന്ന് കളിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്ത് ഭയങ്കര ഹീറ്റ് ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ടപ്പോഴെങ്കിൽ ഡൗട്ടായി, അതിൻ്റെ ഹീറ്റും തെർമൽ മാനേജ്മെൻറ്റ്സും എങ്ങനെയാണെന്ന്. അത് മറ്റേ ബാക്കിൽ ഫാനൊക്കെ വെച്ചാൽ അവർ കളിക്കുന്നത്. ബട്ട് നമുക്ക് പോസിറ്റീവായിട്ട് അതിനെ ചിന്തിക്കാം. കിഡിലൻ ചിപ്സെറ്റ് ആയിരിക്കും. നിങ്ങളുടെ ഇമേജ് പ്രോസസ്സിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം സാംസങ്ങിൻ്റെ ടിപ്പിക്കൽ കാര്യമാണെങ്കിൽ തന്നെ ഒരു ചെറിയ വ്യത്യാസങ്ങളും HDR ഒക്കെ ഇച്ചിരി ബെറ്റർ ആവും. ബോക്കയും പോർട്രറ്റ്സ് ഇച്ചിരി നാച്ചുറൽ സ്റ്റൈലിസ്റ്റിക് റിയലിസ്റ്റിക് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കാം. 8 എലീറ്റ് ചിപ്സെറ്റ് സൂപ്പർബ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് 16 GB RAM ഈ വട്ടം കിട്ടുന്നുണ്ട്. എതുക്കട എന്ന് എനിക്ക് വീണ്ടും ചോദിക്കാവുള്ളൂ. പിന്നെ UFSൻ്റെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇനി നമുക്ക് ചിപ്സെറ്റിൽ നിന്ന് മാറി സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദി ക്യാമറാസ്. സോ ഗൈസ്, വർഷങ്ങളായിട്ട് എനിക്ക് പറയാനുള്ള സ്മാർട്ട് ഫോൺസ് രംഗത്തിൽ ഭയങ്കരമായ അപ്ഗ്രേഡ്സ് ഒന്നുമില്ല. ഓരോ വട്ടം ജനറേഷണൽ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു മൈനോറിറ്റി അപ്ഗ്രേഡ്, ഒരു മൈനർ അപ്ഗ്രേഡ് അങ്ങനെ തന്നെ പറയാൻ പറ്റും. പക്ഷേ ഈ വട്ടം എനിക്ക് ക്യാമറാസിൽ ചെറിയൊരു ഹോപ്പ് ഉണ്ട്. കാരണം ഇത്രയും അഡ്വാൻസ്ഡ് ഇമേജ് പ്രോസസ്സിങ് യൂണിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ സാംസങ്ങിൻ്റെ അവരുപയോഗിക്കുന്ന ഒപ്റ്റിക്സും കാര്യങ്ങളൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അവരുടെ 200 MP മെഗാ പിക്സൽ ക്യാമറയും മറ്റേ 3x 5x ഒക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
ഇനി മെയിൻറ്റെയിൻ ചെയ്യാത്ത പുതിയൊരു സംഭവം വരുന്നതെന്ന് വെച്ചാൽ അൾട്രാ വൈഡ് 50 മെഗാ പിക്സൽ ആവുന്നുണ്ട്. സോ ഈ അൾട്രാ വൈഡ് 50 മെഗാ പിക്സൽ ആവുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കോമ്പ്യൂട്ടേഷൻ ഉണ്ട്. ഇപ്പം ഈ HDRും ബാക്കിയുള്ള ഈ പ്രോസസ്സിംഗ് ഒക്കെ മാനേജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഓരോ ലെൻസിൽ നിന്ന് ഓരോ ഫോട്ടോ എടുത്തിട്ട് അതിൽ നിന്ന് ഫ്രെയിം ചെയ്ത് അലൈൻ ചെയ്ത് അങ്ങനെയൊക്കെ വരുന്നു. അതുകൊണ്ട് എപ്പോഴും വൈഡ് ആംഗിൾ ബെറ്റർ ആവുന്നതെന്ന് വെച്ചാൽ ഓൾ അറൗണ്ട് ക്യാമറ പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യും. അത് ഞാൻ പറഞ്ഞ എത്രത്തോളം പേർക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഇവരുടെ എന്താ പറയുക, ഈ ഇമേജ് പ്രോസസ്സിങ്ങിനകത്ത് വൈഡ് ആംഗിളാണ് ഭയങ്കര മെയിൻ റോൾ കളിക്കുന്നത്. കാരണം അവരുടെ ഹൈലൈറ്റ്സും ഷാഡോസിൻ്റെ ഒക്കെ ഒരു കറക്റ്റ് ബാലൻസ് വൈഡ് ആംഗിൾ ആണെങ്കിൽ മാത്രമേ കിട്ടൂ. അതുകൊണ്ട് ഈ വട്ടം വൈഡ് ആംഗിൾ കിടിലമായിട്ടുണ്ട്. വീഡിയോസിനകത്തും കൺസിഡറബിൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെന്ന് പറയാൻ പറ്റുന്നുണ്ട്, കണ്ടറിയാൻ പറ്റും നമുക്ക്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ വട്ടം വൈബ്രേഷൻ മോട്ടറും ഹാപ്റ്റിക്സ് ആൻഡ് സ്പീക്കേഴ്സിനകത്ത് സാംസങ് ഇച്ചിരി ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ S23, S24 ഒക്കെ എനിക്ക് ഏറെക്കുറെ ഒരേപോലെ തോന്നി. പക്ഷേ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു കൊറിയൻ ലീക്ക് കണ്ടിട്ടുണ്ട്. കൊറിയൻ ലീക്ക് ആസ് സച്ച് ഒരു ട്വീറ്റാണ്. അവർ പുതിയ ആക്സസ് ഓഫ് വൈബ്രേഷൻ മോട്ടേഴ്സും അവരുടെ പുതിയ സ്പീക്കേഴ്സും ഒക്കെ ഭയങ്കര കിടിലമെന്ന് പറയും. നമുക്ക് അതും കണ്ടറിയാം. സോ ഗൈസ്, വേറൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്ന ബാറ്ററി സെഗ്മെൻറ്റിലാണ്. ഇമ്പ്രൂവ്മെൻ്റ് ആണോ എന്ന് എനിക്കറിയാൻ പറ്റത്തില്ല. സ്നാപ്ഡ്രാഗൻ്റെ 8 എലീറ്റ് എന്ന് പറയുന്ന ചിപ്സെറ്റ് ഇവർ ഇത്രയും 40% GPU 40% GPU CPU ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും അവർ 40% എഫിഷ്യൻ്റ് ആണെന്നും പറയുന്നത് എനിക്ക് എങ്ങനെയാണെന്നൊരു പിടുത്തമില്ല. സോ മേ ബി ഇത്രയും എഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ 5000 mAh ഓഫ് ബാറ്ററി ലൈഫ് കൊടുത്തെങ്കിൽ സൂപ്പർബാണ്. S24 അൾട്രയിൽ എനിക്ക് ആസ് എ നേർഡ് എനിക്ക് ഇച്ചിരിയുടെ ബാറ്ററി ലൈഫ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് തോന്നി. ബട്ട് അതർ ദാൻ ദാറ്റ് ഇത്രയും എഫിഷ്യൻസിയും ബാറ്ററി ലൈഫും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. S25 അൾട്രയിൽ കിടിലം ബാറ്ററി പെർഫോമൻസ്, 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ്, 25 വാട്ടിൻ്റെ പ്ലസ് ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ്, വയർലെസ് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും കൊറിയൻ ട്വീറ്റ്സിലാണ് സാംസങ്ങിൻ്റെ ലീക്സ് ഒക്കെ അനലൈസ് ചെയ്യുന്നത്. ഈ 91 മൊബൈൽസ് GSM അറിയുന്ന അവന്മാരെ ഒന്നും വിശ്വസിക്കുകയോ ചെയ്യില്ല. അവന്മാരൊക്കെ വെബ്സൈറ്റ് എടുത്ത് നോക്കി എന്തൊരു പൊട്ടത്തര കൊടുത്തേക്കുന്നതെന്ന് മനസ്സിലാവും. കൊറിയൻ ലീക്സിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ വട്ടം iPhone 16 സീരീസിനകത്ത് ആപ്പിൾ ഒരു തിൻ ലെയർ ഓഫ് അലൂമിനിയം ഷീറ്റ് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ തെർമൽസ് ബെറ്റർ ആക്കാൻ വേണ്ടി. അത് ഈ വട്ടം സാംസങ് അക്രോസ് ദ ബോർഡ് S25 സീരീസിൻ്റെ അക്രോസ് ദ ബോർഡ് കിട്ടുമെന്നും പറയുന്നുണ്ട്. അത് നമുക്ക് മേ ബി അവരുടെ വേപ്പർ കൂളിംഗ് ചെയ്യുമ്പോഴും ഇതും കൂടെ ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം കിടിലം സാധനമായിരിക്കും. പക്ഷേ കണ്ടറിയാം കേട്ടറിയാം. വേറൊരു സംഭവം എന്ന് വെച്ചാൽ S25യുടെ എല്ലാ സീരീസ് ഉണ്ടല്ലോ, അത് ചിലവർ പറയുന്നത് ഫുൾ സ്നാപ്ഡ്രാഗനാണ്, ചിലവർ പറയുന്നത് മറ്റേ രണ്ടിനകത്ത് ഡിമെൻസിറ്റി ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിക്കുക, എക്സിനോസ് ആയിരിക്കാൻ വളരെ ചാൻസ് കുറവാണ്. കാരണം എക്സിനോസിൻ്റെ സപ്ലൈ ചെയിനും അങ്ങനത്തെ എന്തൊക്കെയൊക്കെയോ സാംസങ്ങിന് വലിയ വള്ളി കിട്ടിക്കിടക്കുകയാണ്. അതുകൊണ്ട് മേ ബി സ്നാപ്ഡ്രാഗൺ ആയിരിക്കും അക്രോസ് ദ ബോർഡ്. പക്ഷേ എല്ലാത്തിനും 8 എലീറ്റ് തന്നെയാണോ എന്ന് നമുക്ക് കണ്ടറിയാൻ പറ്റും. ഇനി സാംസങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് അബൌട്ട് ദെയർ UI ഞാൻ നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഈ വട്ടം AI ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും. അവരുടെ പിച്ചിലാണെങ്കിലും അവരുടെ ഇൻട്രൊഡക്ടറി കോഴ്സിലാണെങ്കിലും ഭയങ്കര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഹെവി ഇമ്പോർട്ടൻസ്. കാരണം വീഡിയോസിനകത്ത് അവർ ഭയങ്കരമായിട്ട് AI ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഡേ ടു ഡേ നമ്മുടെ ഇമേജ് പ്രോസസ്സിങ് ലൈക്ക് ഒരു പസിലോ ഒരു റിഡിലോ ഒക്കെ എടുത്ത് സ്കാൻ ചെയ്താൽ AI അനലൈസ് ചെയ്ത് അതിനകത്ത് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഈ വട്ടം ജെമിനി ആയിട്ടുള്ള ഒരു ഇൻകോർപ്പറേഷൻ ഭയങ്കരമായിരിക്കും സാംസങ്ങിൻ്റെയും ഗൂഗിളിൻ്റെയും കൊളാബറേഷൻ 2-3 വർഷങ്ങളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് AI സ്റ്റാൻഡ് പോയിന്റ്സിൽ ഭയങ്കര പുഷ് കാണും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഭയങ്കര റിഫൈൻഡ് സ്മൂത്ത് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. 8 എലീറ്റ് എപ്പോഴും സാംസങ്ങിൻ്റെ ടോപ്പ് വേരിയൻ്റ് ഓഫ് ഫോൺസിന് സ്ലൈറ്റ്ലി ഒന്ന് ട്വീക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് അവരുടെ സോഫ്റ്റ്വെയർ UI അതിൻ്റെ ഈ ഇൻട്രാക്ഷനിൽ ഇറ്ററേഷൻ വിത്ത് ഹാർഡ്വെയർ ഭയങ്കരമായിരിക്കും. എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ ഇത്രയും നാൾ ബെസ്റ്റ് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് എന്ന് എല്ലാവരുടെ അടുത്തും പറയുന്നത് സാംസങ്ങിൻ്റെ S സീരീസ് പ്രൈം ടോപ്പിൽ നിൽക്കുന്ന സീരീസ് ഓഫ് സാംസങ് മൊബൈൽസ് ഉപയോഗിക്കുമ്പോഴാണ്. അത് Pixel 9 സീരീസ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ ഞാൻ ഭയങ്കര ഗ്രേറ്റ് തിങ്സ് ഒക്കെ കേട്ടില്ല. എനിക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയും, അവരുടെ UI പൊളിയായിരിക്കും. ഈ വട്ടം കത്തും. അതിൻ്റെ കൂടെ തന്നെ മേജറായിട്ടുള്ള ഡിസൈൻ ചേഞ്ചസും ഒക്കെ വരാൻ ചാൻസും ഉണ്ടെന്ന് പറഞ്ഞാൽ ഐക്കൺസിൻ്റെ സ്റ്റൈലിങ്ങിൻ്റെയും കളേഴ്സിൻ്റെയും തീമൊക്കെ മാറാനും ചാൻസ് ഉണ്ട്. സോ സാംസങ് ഡൂയിങ് ഗ്രേറ്റ്. അവരൊരു പുതുമ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഈവൻ ദോ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ആണെങ്കിൽ പോലും സാംസങ്ങിന് മനസ്സിലായി ആൾക്കാർക്ക് വാങ്ങിക്കണമെങ്കിൽ പുതുമ തോന്നണം. ആ പുതുമ തോന്നുന്ന ഒരു അപ്ഡേറ്റ് ആയിരിക്കും സാംസങ്ങിൻ്റെ S25 സീരീസ് അക്രോഡ്. സോ ഗൈസ്, ഇതൊക്കെയാണ് S25 അൾട്രേൻ്റെ S25 സീരീസിൻ്റെ അക്രോസ് ദ ലീക്സ് ആൻഡ് റൂമേഴ്സ്. ഡെഫിനറ്റ്ലി ഒരു പുതുമ തോന്നുന്ന ഫോണായിരിക്കും. അത് സാംസങ് എന്തായാലും എംഫസൈസ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഗൈസ് ശ്രീ ഹിയർ. അതുകൊണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുക.